സോഷ്യൽ മീഡിയ. ചിത്ര അരവിന്ദൻ, സോഷ്യൽ മീഡിയ. ഈ സിനിമയ്ക്കുള്ളിൽ സിനിമ എന്ന് പറയുന്നത് പോലെ നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിനുള്ളിലെ മറ്റൊരു ലോകമാണ് സോഷ്യൽ മീഡിയ. ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരാളെ ഫേമസ് ആക്കാനും അതുപോലെ തന്നെ നശിപ്പിച്ചു കളയാനുമുള്ള കഴിവ് സോഷ്യൽ മീഡിയയ്ക്കുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒന്നാണ് സോഷ്യൽ മീഡിയ ട്രോളുകൾ. ഈ സോഷ്യൽ മീഡിയ ട്രോളുകൾ മൂലം സ്വന്തം ക്യാരക്ടർ മാറ്റിയ ആളുകളുമുണ്ട്, അതേസമയം സോഷ്യൽ മീഡിയക്കെതിരെ ഒറ്റയ്ക്ക് വഴിവെട്ടി ജയിച്ചവരുമുണ്ട്. നിങ്ങൾക്ക് നാണമുണ്ട് ഇങ്ങനത്തെ ആവശ്യമില്ല കാര്യങ്ങൾ, നല്ലൊരു കാര്യമാണ്. എന്നാൽ സോഷ്യൽ മീഡിയ ട്രോളുകൾ കാരണം പല നടീനടന്മാർ അവരുടെ ജീവിതത്തിലും കരിയറിലും ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അത്തരം രസകരമായ സംഭവങ്ങളും ആ വ്യക്തികൾ ആരൊക്കെയാണെന്നുമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അതുകൊണ്ട് വീഡിയോ പൂർണ്ണമായി കാണുക, അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. അല്ലു അർജുൻ. സ്റ്റൈലിഷ് താരമായ അല്ലു അർജുനും കിട്ടിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ നിന്നും 8ന്റെ പണി. സ്റ്റൈലിഷ് താരത്തിന്റെ ഒരു സ്റ്റൈലൻ ചിരിയായിരുന്നു അതിന് കാരണം. വർഷം 2017 ഡിസംബർ മാസം. അല്ലു അർജുന്റെ അനുജൻ അല്ലു സിരീഷ് അഭിനയിച്ച സിനിമയായിരുന്നു ഒക്കഷണം. കാര്യം നമ്മുടെ ഹിച്ച്കോക്കിന്റെ റിയർ വിൻഡോയുടെ കോപ്പിയാണ് ഈ പടം. അപ്പോൾ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സമയത്ത് അല്ലു അർജുൻ നാ പേര് സൂര്യ എന്ന സിനിമയിലെ ആർമി സ്റ്റൈലിൽ മുടിയും താടിയും ഒക്കെ വെട്ടി ഒരു പ്രത്യേക സ്റ്റൈലിൽ തന്റെ അനുജന്റെ സിനിമയുടെ പ്രൊമോഷൻ വന്നപ്പോൾ എന്തോ കോമഡി കണ്ട് ചിരിച്ചു. ചിരി എന്ന് പറഞ്ഞാൽ പോരാ, വാ തുറന്നുള്ള നല്ല അസ്തല് പൊട്ടിച്ചിരി. എന്നാൽ ആ ഒരു ചിരി പിന്നീട് അങ്ങോട്ട് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു. പിന്നീട് അല്ലു അർജുനെതിരെ ആ ഒരു ചിരി വെച്ച് 1000 ട്രോളുകൾ വന്നു. ട്രോളുകൾ പിന്നീട് കളിയാക്കലായി അവസാനം അത് ബോഡി ഷേമിംഗിൽ വരെ കൊണ്ടെത്തിച്ചു. അന്ന് ഭയങ്കര വൈറലായ ഈ ഒരു ട്രോള് പിന്നീട് പല ആളുകളും പല കാര്യത്തിനും വേണ്ടി മോശമായി ഉപയോഗിക്കാൻ വരെ തുടങ്ങി. എന്നാൽ ഈ ഒരു സോഷ്യൽ മീഡിയ ട്രോള് അല്ലു അർജുനെ പേഴ്സണലി ഭയങ്കരമായി ബാധിച്ചു. 2017 നടന്ന ഈ ഒരു സംഭവത്തിന് ശേഷം പിന്നീട് അന്ന് തൊട്ട് ഇന്ന് വരെ പുഷ്പ 2 പ്രൊമോഷന് വരെ അല്ലു അർജുൻ ചിരിക്കുമ്പോൾ വാ പൊത്തിയാണ് ചിരിക്കുന്നത്. ഇനിയൊരു സോഷ്യൽ മീഡിയ ട്രോൾ ഉണ്ടാവേണ്ട എന്ന് കരുതി അദ്ദേഹം സ്വയം എടുക്കുന്ന ഒരു തീരുമാനമാണ് ഈ വാ പൊത്തി പിടിച്ചിട്ടുള്ള ചിരി. എന്നാലും എന്ത് കഷ്ടമാണല്ലേ, ഒരാളുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിൽ വരെ കടന്നു കയറിയുള്ള സോഷ്യൽ മീഡിയയുടെ ഈ ഒരു ആക്രമണം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നവയല്ല. പക്ഷേ ഇന്ന് സോഷ്യൽ മീഡിയ കാലഘട്ടം ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലു അർജുൻ ഒരുപാട് വെറുപ്പുള്ള നടനൊന്നുമല്ല. എന്നാൽ അല്ലു അർജുന്റെ പേരിലുള്ള ട്രോളുകൾ ഗൂഗിളിലോ യൂട്യൂബിലോ കയറി നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ വരുന്ന ആദ്യത്തെ ട്രോളുകളെല്ലാം അല്ലു അർജുന്റെ ആ ഒരു ചിരിയാണ്. രശ്മിക. അല്ലു അർജുനെ കുറിച്ച് പറഞ്ഞെങ്കിൽ ഉറപ്പായും രശ്മികയെ കുറിച്ചും പറയണം. സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ട്രോളുകൾ കിട്ടിയിട്ടുള്ള ഒരു നടിയാണ് രശ്മിക. അതായത് കഞ്ഞിയിൽ പാറ്റ വീഴുക എന്ന് പറഞ്ഞതുപോലെ തന്നെ സോഷ്യൽ മീഡിയ കാരണം പണി കിട്ടിയ ഒരു നടിയാണ് രശ്മിക. അതായത് രശ്മികയുടെ ആദ്യ സിനിമയായിരുന്നു കിറിക് പാർട്ടി എന്ന 2016 കന്നഡ സിനിമ. ഈ സിനിമയ്ക്ക് ശേഷം 2018 ആയപ്പോഴേക്കും ഗീതാ ഗോവിന്ദം, ഡിയർ കോമ്രേഡ്, സരല്ലേരു നാക്യവരു, ഭീഷ്മ തുടങ്ങിയ ഒരുപാട് സിനിമകളിൽ രശ്മിക അഭിനയിച്ചിരുന്നു. അപ്പോഴേക്കും രശ്മിക ഇന്ത്യ അറിയപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട നടിയായി മാറിയിരുന്നു. അങ്ങനെ 2021 പുഷ്പ എന്ന സിനിമയുടെ ആദ്യ ഭാഗത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി അല്ലു അർജുൻ രശ്മികയെ നാഷണൽ ക്രഷ് എന്ന് വിളിച്ചു. ഏതായാലും നാഷണൽ ക്രഷ് എന്ന് വിളിച്ചു. അതുകൊണ്ട് രശ്മികയുടെ പേരിന്റെ കൂടെ ക്രഷ് എന്ന പേര് ചേർത്ത് ക്രഷ്മിക എന്നും അല്ലു അർജുൻ ആ സമയത്ത് വിളിച്ചു. സംഭവം ഇതെല്ലാം പുഷ്പ എന്ന സിനിമയ്ക്ക് വേണ്ടിയുള്ള മാർക്കറ്റിംഗ് ടൂളുകളായിരുന്നു. എന്നാൽ പിന്നീട് അങ്ങോട്ട് സോഷ്യൽ മീഡിയ രശ്മികയെ ഇന്ത്യയുടെ ഒഫീഷ്യൽ നാഷണൽ ക്രഷാക്കി മാറ്റി. അങ്ങനെ സോഷ്യൽ മീഡിയ രശ്മിക എന്ന നാഷണൽ ക്രഷിനെ ഒരുപാട് ഉയരത്തിൽ കൊണ്ടുവച്ചു. എന്നാൽ നാഷണൽ ക്രഷ് ആയതുകൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ട് രശ്മിക ഭയങ്കരമായി ക്യൂട്ട്നെസ് കാണിക്കാൻ ആരംഭിച്ചു. ആദ്യമൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ ഒരു ക്യൂട്ട്നെസ് കാണാൻ. പിന്നെ ഈ ഒരു ക്യൂട്ട്നെസ് ഭയങ്കര ആർട്ടിഫിഷ്യൽ ആവാൻ തുടങ്ങി. മന്തിക്കും മയോണൈസ് എന്ന് പറയുന്നത് പോലെ ഏത് പരിപാടിക്കും ഏത് പ്രോഗ്രാമിനും എവിടെ പോയാലും രശ്മികയ്ക്ക് ക്യൂട്ട്നെസ് നിർബന്ധമായി. നിങ്ങൾക്കറിയാമോ, രശ്മികയുടെ ഈ ഒരു ക്യൂട്ട്നെസ് കാണിക്കാൻ വേണ്ടി മാത്രം ഒരു സെപ്പറേറ്റ് പ്രോഗ്രാം ഇവിടെ നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു 3-4 കൊല്ലം സോഷ്യൽ മീഡിയ രശ്മികയും രശ്മികയുടെ ക്യൂട്ട്നെസ്സിനെയും നന്നായി സപ്പോർട്ട് ചെയ്തു. എന്നാൽ അതിനുശേഷം ഇതേ സോഷ്യൽ മീഡിയ തന്നെ രശ്മികയുടെ ക്യൂട്ട്നെസ്സിനെ ട്രോളാൻ തുടങ്ങി. ട്രോളി ഒടുക്കം സിനിമയ്ക്കുള്ളിലെ ആളുകൾ വരെ രശ്മികയെ പബ്ലിക്കായി ട്രോളാൻ തുടങ്ങി. അതുകൊണ്ട് ഇനി ക്യൂട്ട്നെസ് കാണിച്ചാൽ പണി വാളുമെന്ന് മനസ്സിലാക്കിയ രശ്മിക പബ്ലിക്കായി ക്യൂട്ട്നെസ് വാരി വിതർന്നത് നൈസായി കുറച്ചു. കഴിഞ്ഞ കുറച്ച് സിനിമകളുടെ പ്രൊമോഷനിലും പരിപാടികളിലും ക്യൂട്ട്നെസ് കാണിക്കാൻ പറഞ്ഞപ്പോഴെല്ലാം രശ്മിക അത് വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവായതെല്ലാം ഇതിന് ഉദാഹരണമാണ്. അങ്ങനെ സോഷ്യൽ മീഡിയ കാരണം ഇപ്പോൾ മര്യാദയ്ക്ക് ക്യൂട്ട്നെസ് കാണിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി രശ്മികയ്ക്ക്. രശ്മികയെ പോലുള്ള നടിമാർ ഭയങ്കരമായ അഭിനയമൊന്നുമല്ലെങ്കിലും നായകനെ സപ്പോർട്ട് ചെയ്യാനും ഡാൻസ് കളിക്കാനും വേണ്ടി മാത്രമുള്ള ഒരു എന്റർടൈൻമെന്റ് ടൂളാണല്ലോ. എന്നാൽ അങ്ങനെയുള്ള നടിമാരായ ആലിയ ഭട്ട് ഉൾപ്പെടെയുള്ള ഒരുപാട് നടിമാർ ഇപ്പോൾ മികച്ച അഭിനയം കാഴ്ചവെച്ച് ദേശീയ അവാർഡ് വരെ വാങ്ങിയപ്പോൾ ഇതേ സോഷ്യൽ മീഡിയ വീണ്ടും രശ്മികയെ ട്രോളാൻ ആരംഭിച്ചു. ഒരുപക്ഷെ അതിന്റെ ഹാങ് ഓവർ കൊണ്ടായിരിക്കാം രശ്മിക പുഷ്പ 2 തന്റെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് വരെ കിട്ടുമെന്ന് ഈ അടുത്ത കാലത്ത് പറഞ്ഞത്. എന്നാലും ഇങ്ങനെയുണ്ടോ ആളുകളല്ലേ. ടൊവിനോ തോമസ്. ഇന്ന് ഏറ്റവും കൂടുതൽ താരമൂല്യമുള്ള യുവ നടന്മാരിൽ ഒരാളാണ് ടൊവിനോ തോമസ്. ടൊവിനോയുടെ വളർച്ച കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിലായിരുന്നു. എന്നാൽ ഇതേ സോഷ്യൽ മീഡിയ കാരണം തന്റെ ക്യാരക്ടർ മാറ്റിയ നടനാണ് ടൊവിനോ തോമസ്.
2016 ഒരു മെക്സിക്കൻ അപാരത എന്ന സിനിമയിലൂടെ ടൊവിനോ മുൻനിര നായകന്മാരുടെ പട്ടികയിലേക്ക് വന്നിരുന്നു. എന്നാൽ ആ സമയത്ത് സിനിമയുടെ പല പ്രൊമോഷൻ പ്രോഗ്രാമുകളിൽ പോയ ടൊവിനോ പെട്ടെന്ന് ക്ഷുഭിതനാവുകയും ആളുകളോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും ചെയ്തിരുന്നു. ഒരിക്കലല്ല, പലതവണ. അതിനുശേഷം സോഷ്യൽ മീഡിയ ടൊവിനോയെ നല്ലപോലെ ട്രോളിയിരുന്നു. പിന്നീട് പല TV പ്രോഗ്രാമുകളിൽ പോകുമ്പോഴും ഈ ഒരു പ്രശ്നം അദ്ദേഹം നേരിട്ടിട്ടുണ്ട്. അതിന്റെ കൂടെ വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ പല നടന്മാരെയും കളിയാക്കി കമന്റ് ഇട്ടതും സോഷ്യൽ മീഡിയ കുത്തിപ്പൊക്കി പൊങ്കാലിടാൻ തുടങ്ങി. എന്നാൽ ഇത്തരം സോഷ്യൽ മീഡിയ ട്രോളുകളുടെ അമിതമായ സ്വാധീനം മൂലം ടൊവിനോ നൈസായി തന്റെ ക്യാരക്ടർ അങ്ങ് മാറ്റാൻ തുടങ്ങി. 2018 ശേഷം ടൊവിനോയ്ക്ക് സ്ഥിരമായ നായക പദവി കിട്ടിത്തുടങ്ങിയപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞ സ്വഭാവങ്ങളെല്ലാം മാറ്റി എല്ലാവരോടും വളരെ എളിമയോടെ പെരുമാറാൻ തുടങ്ങി. കാര്യം എന്തൊക്കെയാണെങ്കിലും സോഷ്യൽ മീഡിയ ട്രോളുകൾ മൂലം ഒരാളുടെ മോശം ക്യാരക്ടർ മാറ്റിയെടുത്തത് തീർച്ചയായും അഭിനന്ദനം അറിയിക്കുന്ന ഒന്നാണ്. SJ സൂര്യ. നടനും സംവിധായകനുമായ SJ സൂര്യയ്ക്കും കിട്ടിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയുടെ 8ന്റെ പണി. 2024 പുറത്തിറങ്ങിയ രായൻ എന്ന തമിഴ് സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി SJ സൂര്യ ഒരു ചാനലിൽ ഇന്റർവ്യൂ കൊടുത്തു. ഇന്റർവ്യൂവിന്റെ ഇടയിൽ അവതാരിക SJ സൂര്യയോട് ഒരു പാട്ട് പാടാൻ പറയുന്നു. ഒന്നാമതായി SJ സൂര്യ പാട്ട് പാടുന്ന വ്യക്തിയല്ല. അതുമാത്രമല്ല, നല്ല ബാസ് സൗണ്ടുള്ള വ്യക്തി ആയതുകൊണ്ട് ഇതിനു മുൻപ് അദ്ദേഹം ഒരിടത്തും പാട്ട് പാടിയിട്ടില്ല. എന്നാൽ പക്ഷേ ആ ഒരു ഇന്റർവ്യൂവിൽ SJ സൂര്യ ഒരു പാട്ട് പാടുന്നു. അതിനുശേഷം പിന്നീട് ആ ഒരു പാട്ട് പാടിയ ക്ലിപ്പെടുത്ത് സോഷ്യൽ മീഡിയ അറഞ്ചം പുറഞ്ചം ട്രോളാൻ തുടങ്ങി. பொதிகை மலையை பிரிந்து என் பார்வையில் நீந்து. അങ്ങനെ ആ ഒരു സോഷ്യൽ മീഡിയ ട്രോളിന് ശേഷം SJ സൂര്യ പിന്നീട് ഒരിടത്തും പാട്ട് പാടാൻ ശ്രമിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, പലരും SJ സൂര്യയോട് പാട്ട് പാടാൻ ചോദിക്കുമ്പോൾ ഈ ഒരു കാരണം പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു മാറുന്നതെല്ലാം സമീപകാലത്ത് വൈറലായ സംഭവങ്ങളായിരുന്നു. ரொம்ப உஷாரா ட்ராலே மாட்டாம வச்சு செஞ்சுட்டானுங்க சார். ഏതായാലും സോഷ്യൽ മീഡിയ ട്രോള് കാരണം സ്വന്തമായി ഒരു പാട്ട് പാടാൻ പോലും കഴിയാത്ത അവസ്ഥയായി. വിശാൽ. ഇന്ന് ശിവകാർത്തികേയനെ പോലെ ഒരു സമയത്ത് ഒരുപാട് എന്റർടൈൻമെന്റ് പാക്കേജ് പടങ്ങൾ ചെയ്തിരുന്ന ഒരു നടനായിരുന്നു വിശാൽ. സണ്ടക്കോഴി, തിമിര്, താമരഭരണി, കഥകളി തുടങ്ങിയ ഒരുപാട് ഹിറ്റ് സിനിമകളും ഹിറ്റ് പാട്ടുകളും വിശാലിന് ഒരു സമയത്തുണ്ടായിരുന്നു. എന്നാൽ 2018 ശേഷം വിശാലിന്റെ കാര്യം ഭയങ്കര കഷ്ടമാണ്. ചെയ്യുന്ന സിനിമകളെല്ലാം ഫ്ലോപ്പുകളാണെന്ന് മാത്രമല്ല, വ്യക്തി ജീവിതത്തിലും ഒരുപാട് പ്രശ്നങ്ങൾ വിശാൽ നേരിട്ടിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായി വിശാൽ എയറിലാണ്. വേറൊന്നുമല്ല, സോഷ്യൽ മീഡിയ ട്രോള് കാരണം വിശാലിന് എന്ത് ചെയ്യണമെന്ന് പോലും ഒരു ഐഡിയ കിട്ടുന്നില്ല. വിശാലിനെ എയറിൽ കയറ്റിയ ഒരു സംഭവമായിരുന്നു വിശാലിന്റെ പ്രാർത്ഥന, അതും ഭക്ഷണ സമയത്തുള്ള പ്രാർത്ഥന. കാര്യം, ഭക്ഷണത്തെ ബഹുമാനിക്കണമെങ്കിലും വിശാലിന്റെ ഓവറായിട്ടുള്ള ബഹുമാനവും പ്രാർത്ഥനയുമാണ് സോഷ്യൽ മീഡിയ ട്രോളി വിട്ടത്. പല അവസരങ്ങളിൽ വിശാല് ഫുഡ് കഴിക്കുമ്പോൾ നടത്തുന്ന പ്രാർത്ഥനയെല്ലാം കോമാളിത്തരം പോലെ തോന്നിയിട്ടുണ്ട്. ഒരു സമയത്ത് അടുത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്ന യോഗി ബാബുവിന്റെ റിയാക്ഷൻ എല്ലാം അന്ന് വൈറലായിരുന്നു. എന്നാൽ ഈ ഒരു സംഭവം സോഷ്യൽ മീഡിയ നല്ലതുപോലെ ട്രോളി തുടങ്ങിയപ്പോൾ വിശാല് നൈസായിട്ട് ഈ ഒരു പരിപാടി അവസാനിപ്പിച്ചു. അതുകൊണ്ടൊന്നും തീരുന്നില്ല. അടുത്ത സംഭവമാണ് ജനപ്രീതി ഒപ്പിക്കുക എന്നുള്ളത്. അതിനുവേണ്ടി ഒരു ഇലക്ഷൻ സമയത്ത് തളപതി വിജയ് സൈക്കിളിൽ പോയതുപോലെ സമീപകാലത്തെ ഒരു ഇലക്ഷനിൽ വിശാലും സൈക്കിളിൽ വിജയ് പോയതുപോലെ വരികയുണ്ടായി. എന്നാൽ സോഷ്യൽ മീഡിയ ആ ഒരു സംഭവം എടുത്ത് ട്രോളിയപ്പോൾ അതും വിശാലിന്റെ കയ്യിൽ നിന്ന് പോയി. പിന്നീട് മലയാളത്തിലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സപ്പോർട്ട് ചെയ്ത് തമിഴ്നാട്ടിലും ഇത്തരത്തിൽ റിപ്പോർട്ട് വരണമെന്ന് പറഞ്ഞ് മാസ് കാണിക്കാൻ നോക്കിയപ്പോൾ അതും സോഷ്യൽ മീഡിയ എടുത്ത് ട്രോളിക്കൊന്നു. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഒരു സമയത്ത് വിജയെ പോലെ കയറി വന്ന ഒരു സ്റ്റാർ മെറ്റീരിയലുള്ള നടൻ ഇന്ന് മറ്റുള്ളവരുടെ ജനപ്രീതി കിട്ടാൻ വേണ്ടി ചെയ്യുന്ന കോമാളിത്തരങ്ങൾ കാണുമ്പോൾ എന്തോ പോലെ തോന്നാറുണ്ട്. എന്തായാലും സോഷ്യൽ മീഡിയയിലെ ഈ ഒരു ട്രോളുകൾ കാരണം പിന്നീട് വിശാല് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ആവർത്തിച്ചിട്ടില്ല. എന്തായാലും സിംബു. സോഷ്യൽ മീഡിയ ട്രോള് കൊണ്ട് വളരെ ഉപകാരമുണ്ടായ നടനാണ് സിംബു. ഒരു സമയത്ത് ഒരുപാട് റൊമാന്റിക് സിനിമകൾ ചെയ്ത് പ്രത്യേക ഫാൻ ബേസ് ഉണ്ടാക്കിയ നടനും കൂടിയാണ് സിംബു എന്ന സിലംബരസൻ. കുറച്ച് ഹിറ്റുകളൊക്കെ കരിയറിലുണ്ടെങ്കിലും പിന്നീട് ഒരുപാട് ഫ്ലോപ്പുകൾ തുടർച്ചയായി വന്നത് അദ്ദേഹത്തിന്റെ കരിയറിനെ ബാധിച്ചു. അതുമാത്രമല്ല, വ്യക്തിജീവിതത്തിൽ ഉണ്ടായ ചില പ്രശ്നങ്ങൾ കാരണം അദ്ദേഹം ആകെ മൊത്തം ഡൗൺ ആയ ഒരു സമയമുണ്ടായിരുന്നു. ഒരു സ്ലിം ഫിറ്റ് ആയിരുന്ന അദ്ദേഹത്തിന് പെട്ടെന്ന് വെയിറ്റ് കയറിയപ്പോൾ സോഷ്യൽ മീഡിയ ഒന്നാകെ സിംബുവിനെ പൊങ്കാലിടാൻ തുടങ്ങി. 2018 ചെക്ക ചിവந்த വാനമെല്ലാം ഹിറ്റാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ വണ്ണത്തെയും ഓവർ വെയിറ്റിനെയും വെച്ച് ഒരുപാട് ട്രോളുകൾ വന്നു. പലതും പക്കാ ബോഡി ഷേമിംഗ് തന്നെയായിരുന്നു. எவ்வளோ பாடி ஷேமிங் பண்ணாங்க. எனக்கு உடம்ப வச்சு உங்களால ஒண்ணுமே எழுத முடியல. அந்த சில பேர் ഒരുത്തന്റെ കരിയറും പേഴ്സണൽ ലൈഫും മൂഞ്ചിരിക്കുമ്പോൾ ഇമാതിരി ബോഡി ഷേമിംഗ് ട്രോളുകൾ വന്നു കഴിഞ്ഞാൽ ഒരാളെ കൊല്ലാൻ വേറെ എന്തെങ്കിലും വേണോ? അങ്ങനെ കുറെ വർഷങ്ങൾ ഈ ഒരു ബോഡി ഷേമിംഗ് ട്രോളുകൾ അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടിരുന്നു. മറ്റു വ്യക്തികളെ കളിയാക്കാൻ വേണ്ടി പോലും ഇദ്ദേഹത്തിന്റെ വണ്ണം ട്രോളായ ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ നിരന്തരമായ സോഷ്യൽ മീഡിയ ട്രോളുകൾ കേട്ട് മടുത്ത സിംബു എന്ത് ചെയ്തിട്ടാണെങ്കിലും വെയിറ്റ് കുറയ്ക്കണമെന്നൊരു തീരുമാനമെടുത്തു. പിന്നീട് നിരന്തരമായി വർക്കൗട്ട് ചെയ്ത് 10 കിലോയോളം വെയിറ്റ് അദ്ദേഹം കുറച്ചു. പിന്നീട് സംഭവിച്ചതാണ് മാനാട് എന്ന ഹിറ്റ് സിനിമ. അതിനുശേഷം ഗൗതം മേനോന്റെ VTKയും ഹിറ്റായിരുന്നു. അതുകൂടാതെ പേഴ്സണൽ ലൈഫിലും ആളിപ്പോൾ ഭയങ്കര ശാന്തനാണ്. കാര്യം എന്തൊക്കെയാണെങ്കിലും സോഷ്യൽ മീഡിയ ട്രോൾ കൊണ്ട് പലരുടെയും ജീവിതത്തിൽ നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കിയപ്പോൾ ഒരാളുടെ ജീവിതത്തിലും കരിയറിലും അത് പോസിറ്റീവായി മാറി. മുകേഷ്. വർഷം 2015 ജൂൺ മാസം 11 മണി. മുകേഷിന് ഒരു ഫോൺ കോൾ വരുന്നു. പിന്നീട് സംഭവിച്ചത് ചരിത്രം.
അല്പം മദ്യപിച്ചിട്ട് സ്ഥിരതയില്ലാതെ മുകേഷ് സംസാരിച്ചെങ്കിലും സംസാരിച്ച പ്രത്യേക വാക്കുകളും ആ ഫോൺ കോളുമെല്ലാം അന്ന് തൊട്ട് ഇന്ന് വരെ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആണ്. മേലാൽ വിളിക്കരുത്, പകലൊക്കെ വിളിക്കുന്നത് അന്തത്തൊണ്ടല്ലോടാ. എന്നാൽ ഈ സോഷ്യൽ മീഡിയ ട്രോളുകളൊന്നും തനിക്ക് ഏറ്റില്ല എന്ന് കാണിക്കാൻ വേണ്ടി മുകേഷ് ഒരുപാട് ശ്രമിച്ചെങ്കിലും പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ല. പിന്നീട് ഈ ഒരു സോഷ്യൽ മീഡിയ ട്രോള് കാരണം സ്വന്തം ക്യാരക്ടർ തന്നെ മുകേഷിന് മാറ്റേണ്ടി വന്നു. ആരെങ്കിലും ആ ഒരു ഫോൺ കോൾ സംഭവത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ പോലും ഒന്നും പറയാതെ മുകേഷ് മിണ്ടാതിരിക്കുകയാണ് ഇപ്പോൾ. ഇതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ട്രോളുകൾ കാരണം ക്യാരക്ടർ മാറ്റിയ മറ്റൊരു നടനാണ് ഷെയ്ൻ നിഗം. ഒരു സമയത്ത് പരസ്പര വിരുദ്ധമായ പല കാര്യങ്ങൾ പല സ്ഥലങ്ങളിൽ പറഞ്ഞ ഷെയ്ൻ നിഗത്തെ സോഷ്യൽ മീഡിയ എടുത്തിട്ട് ട്രോൾ ചെയ്ത് നമ്മൾ എല്ലാവരും കണ്ടതാണ്. എന്നാൽ സോഷ്യൽ മീഡിയയുടെ അമിതമായ ട്രോളുകൾക്ക് ശേഷം കഴിഞ്ഞ കുറെ വർഷങ്ങളിലായി ഷെയ്ൻ നിഗം വളരെ പക്വതയോടുകൂടിയാണ് സംസാരിക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ആകെ മൊത്തം നോക്കിയാൽ സോഷ്യൽ മീഡിയ ട്രോളുകൾ കാരണം പല നടന്മാർക്കും നല്ലതും മോശവും സംഭവിച്ചിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.